ഇന്ത്യൻ തലസ്ഥാനത്ത് നരേന്ദ്രമോദിക്ക് വലിയ അസ്വസ്ഥത സൃഷ്ടിച്ച ആളായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. ആ അരവിന്ദ് കെജ്രിവാളിനെ അന്യായമായി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അവസാനം എന്തായി? ആ കേസിൽ നിന്ന് പുറത്തുവിടേണ്ടി വന്നു. ഈ കോടതികളെല്ലാം അദ്ദേഹത്തെ വെറുതെ വിട്ടു. നമ്മൾ കണ്ടു. എന്തായിരുന്നു BJPയുടെ ഉദ്ദേശം? ഈ രാജ്യത്ത് BJPക്കെതിരെ, സംഘപരിവാരത്തിനെതിരെ, അവരുടെ വർഗീയതക്കെതിരെ ഒരക്ഷരം മിണ്ടിയാൽ ഞങ്ങളുടെ ഗുണ്ടാപ്പടയായ അന്വേഷണ ഏജൻസികൾ വരും എന്നുള്ളതാണ് കണ്ടത്. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് കേരളത്തിന്റെ സൂര്യ തേജസ്, ഇന്ത്യയിലെ മതനിരപേക്ഷതയുടെ നിറകുടമായിട്ടുള്ള അതിന്റെ കരുത്തുറ്റ പോരാളി സഖാവ് പിണറായി വിജയനെ തേടി ഈ ED വരുന്നത്. ഞങ്ങൾക്ക് EDയോട് പറയാനുള്ളത്, നിങ്ങളുടെ EDയോ നിങ്ങളുടെ അന്വേഷണ ഏജൻസികൾ ഒന്നടങ്കം വന്നാലും ഈ കമ്മ്യൂണിസ്റ്റ് കേരളത്തിന്റെ നായകനെ നിങ്ങൾക്ക് തൊടാൻ സാധിക്കില്ല. അതിന് വിട്ടുതരാൻ ഈ കേരളത്തിന് മനസ്സില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഈ കേസിനാസ്പദമായ സംഭവത്തെക്കുറിച്ച് ഈ നാടിനറിയാം. വർഷങ്ങൾക്ക് മുമ്പ് നിയമപരമായി ഒരു 1.25 കോടിയോ മറ്റോ അക്കൗണ്ടിലൂടെ ഒരു ബിസിനസ് സ്ഥാപനം വാങ്ങി എന്നുള്ളതാ കേസ്. എത്ര അന്വേഷിച്ചോ? ഏതൊക്കെ കോടതിയിൽ പോയി? എല്ലാ കോടതിയിലും സ്റ്റേയും മറ്റു കാര്യങ്ങളായി നിൽക്കല്ലേ. ആരെങ്കിലും പറഞ്ഞോ? അത്യാവശ്യം ചിന്തിക്കുന്നവർക്ക് ബോധ്യപ്പെടും ഇത് പിണറായി വിജയനെ വേട്ടയാടാനുള്ളതാണ്. ഇത് പിണറായി വിജയനിലൂടെ കേരളത്തിലെ CPMനെ വേട്ടയാടാനുള്ളതാണ്. രാജ്യത്ത് BJPക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമായിരുന്നു കേരളം. കഴിഞ്ഞ 10 വർഷക്കാലയളവിൽ ഇന്ത്യയിൽ എന്തൊക്കെ നിയമങ്ങൾ കൊണ്ടുവന്നു? ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന പല നിയമങ്ങളും കൊണ്ടുവന്നു. ആ നിയമങ്ങൾക്കെതിരെയെല്ലാം കരുത്തായി ഏറ്റവും ക്രിയാത്മകമായി പ്രതികരിച്ച ഒരു സംസ്ഥാനമായിരുന്നു കേരളം. അതിന്റെ നായകനായിരുന്നു സഖാവ് പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെയാണ് സഖാവ് പിണറായി വിജയനെ വേട്ടയാടാൻ ഈ അന്വേഷണ ഏജൻസികൾ വരുന്നത്. അതിനിപ്പോ കേരളത്തിന് ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ടി എന്ന് പറയുന്നത് പോലെ ഒരു കൂട്ട് കിട്ടിയിട്ടുണ്ട്. ദാമോദർ വീഡിയാണ് പോലും. ദാമോദർ വീഡി അദ്ദേഹത്തിന്റെ ഇടപെടൽ ദുരൂഹമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി BJPയുമായിട്ട് നമ്മുടെ കേരളത്തിലെ UDFന് ഡീലുണ്ട് എന്ന് തെളിയിക്കുന്ന പല വാർത്തകളും പല സന്ദർഭങ്ങളും വന്നുകൊണ്ടിരിക്കുക. അതിന് അടിവരയിടുന്ന തരത്തിലേക്കാണ് ഈ അന്വേഷണ ഏജൻസികളുടെ ഇടപെടൽ പോകുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, വലിയ പ്രതിരോധവും പ്രതിഷേധവും ഉണ്ടാകും. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വേട്ടയാടാൻ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഇന്ന് തെരുവിലിറങ്ങിയ ആയിരങ്ങളുടെ മുദ്രാവാക്യം വിളിയിൽ നിന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഒരു EDക്ക് മുമ്പിലും, ഒരു അന്വേഷണ ഏജൻസിക്ക് മുമ്പിലും, ഒരു നരേന്ദ്രമോദിക്ക് മുമ്പിലും മുട്ടുവളക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത്.